ഈ കളി ആകെ വിഷയാക്കിയത് ഇവന്മാർ രണ്ടുപേരും കൂടിയാ. നമ്മൾ ഈ കോർട്ട് പണിയുടെ വീഡിയോ കണ്ടപ്പോ എല്ലാരും പറഞ്ഞു ഒരു ടൂർണമെന്റ് ഒക്കെ. അങ്ങനെ 10,100 ക്യാഷ് പ്രൈസിൽ 3 ദിവസം കൊണ്ട് ഒരു ചെറിയ ടൂർണമെന്റ് അങ്ങ് നടത്തി. ഈ കോർട്ട് പണിയാൻ തന്നെ കാരണം പിള്ളേരെല്ലാം സ്പോർട്സ് ഒക്കെ വിട്ട് ലഹരിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ അഡിക്റ്റ് ആയി പോകുന്നതുകൊണ്ടാണ്. 8 ടീമുണ്ടായ ഈ ടൂർണമെന്റിൽ നമ്മളെല്ലാവരും മനസ്സ് കീഴടക്കിയത് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പുറത്തുപോയ മംഗലത്തോടെയായിരുന്നു. ചെറിയ തടസ്സമായിട്ട് മഴയൊക്കെ പെയ്തെങ്കിലും ജർമ്മൻ ടെക്നോളജിയുള്ള കോർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇറങ്ങി വെള്ളം അങ്ങ് മുക്കി കളഞ്ഞു. ഇത്രയും പൊരിഞ്ഞ കളി നടക്കുമ്പോൾ നമ്മൾ ബെറ്റ് വെക്കേണ്ടിരുന്ന മോശമല്ലേ. അപ്പൊ നമ്മളും വെച്ചു 2 ഫുൾ മന്തിക്ക് ഒരു ബെറ്റ്. ബെസ്റ്റ് ഓഫ് 5 ആയിരുന്നു മത്സരം. രണ്ടുപേരും കട്ടയ്ക്ക് നിന്ന് 5ാമത്തെ കളി വരെ എത്തി. കാര്യം റണ്ണറപ്പായി പോയെങ്കിലും കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സിലെ പിള്ളേരെ കളിയെ പറ്റി എടുത്തു പറയണം. അതുപോലെ തന്നെ അവരുടെ സാറിന്റെ സപ്പോർട്ട്. കോടനാട് ടീം വിന്നറാവാൻ കാരണം തന്നെ ഈ 5ാം നമ്പറുകാരനായിട്ടുള്ള അമൽ കെ തോമസ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ക്ലബ്ബ് നടത്തി ഈ ടൂർണമെന്റിന്റെ വിന്നേഴ്സ് ആയത് കോടനാട് സിക്സസ് ആയിരുന്നു. ബെറ്റിലെ മന്തി പോയാലല്ല സെന്റ് പീറ്റേഴ്സിന് കപ്പ് പോയാലാണ് നമുക്ക് സങ്കടം. വന്ന 8 ടീമും അടിപൊളിയായിരുന്നു. ജയിക്കണേലൊന്നല്ലല്ലോ കാര്യം. അപ്പൊ അടുത്ത സീസണിൽ കാണാം. കൂടെ ഇവർ രണ്ടുപേരും ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്ക് മുറിച്ച് ബിരിയാണിയും കഴിച്ച് എല്ലാവരും പിരിഞ്ഞു.